ദൈവം ആരാണ്? ദൈവത്തിൽ നിന്ന് നാം എന്തെല്ലാമാണ് പ്രാപിക്കുന്നത്? ദൈവം കരുണയും ദയയും നിറഞ്ഞവനാണ്. ആ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. ദൈവസഹായം തേടി പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസഹായത്താൽ നല്ല കുടുംബജീവിതം ചെയ്യുക, ദൈവസഹായത്താൽ എല്ലാവരുടെയും മുൻപാകെ എല്ലാവരുടെയും മധ്യേ സുഖമായി ജീവിക്കുക, വരുന്ന പ്രയാസങ്ങളെയെല്ലാം ദൈവസഹായത്താൽ നേരിടുക. ഇതെല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുള്ളതായ ഒരു സാധാരണ ചിന്തയാണ്. എന്നാൽ ദൈവം മനുഷ്യനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ് എന്ന് ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകാറുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലായാൽ നമുക്കും ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയും. ദൈവം സഹായിക്കുന്നവനാണ്, ദൈവം മനസ്സലിവുള്ളവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ കണ്ണുനീര് കണ്ടൊരു മറുപടി നൽകുന്നവനാണ്, ദയാലുവാണ്. എന്നാൽ ആ വലിയ ദൈവത്തിന് പ്രത്യേക പ്ലാനുണ്ട്. ആ പ്ലാൻ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ദൈവത്തോടൊന്നിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. ആ ജീവിതം ഏറ്റവും സന്തോഷകരവും ആനന്ദകരവുമാണ്. ആ ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ രോഗം വന്നാലോ, ആപത്ത് വന്നാലോ, ഭൂകമ്പങ്ങൾ വന്നാലോ, അപകടം വന്ന് പ്രിയപ്പെട്ടവർ മരിച്ചാലോ, നമ്മുടെ സമ്പത്തുകൾ മറ്റുള്ളവർ കൊണ്ടുപോയാലോ, നമ്മൾ രോഗിയായി ഒന്നിനും കൊള്ളരുതാത്ത നിലയിലായി തീർന്നാലും നമുക്ക് നിരാശ വരികയില്ല, നമുക്ക് ദുഃഖം വരികയില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പ്ലാൻ മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ, പണത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗത്താലുള്ള കഷ്ടങ്ങൾ വരുമ്പോൾ, നമുക്കുള്ള വീട് നശിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ജോലി ഇല്ലാതായി തീരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം എതിരായി തീരുമ്പോൾ നാം ഭയപ്പെട്ട് പരവശപ്പെട്ട് ദൈവമേ ദൈവമേ നീ എന്നെ ഇങ്ങനെ ആക്കിയത് എന്ത് എന്ന് നാം ചിന്താകുലരായി തീരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എല്ലായ്പ്പോഴും ആത്മാവിൽ സന്തോഷമുള്ളവരായി മുൻപോട്ട് പോകാനിടയാകും. ഇവിടെ യഹോവയായ ദൈവം സകലതിനെയും സൃഷ്ടിച്ച ശേഷം നാം ഇവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക, അതിനുശേഷം അവൻ സകലത്തിന്മേലും വാഴട്ടെ. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, അതുകൂടാതെ സകലത്തിന്മേലും വാഴുവാൻ ഉള്ള അധികാരം ഉള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാൻ ആഗ്രഹിച്ചത്. ഇത്ര വലിയ മൃഗങ്ങളെയും പക്ഷികളെയും ജലജന്തുക്കളെയൊക്കെ സൃഷ്ടിച്ചവനായ ദൈവം അവയെ സൃഷ്ടിക്കുവാൻ വെറും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവയെല്ലാം ഉണ്ടായി വന്നു. ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും സമുദ്രങ്ങളുമെല്ലാം താൻ സൃഷ്ടിച്ചതിട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ശബ്ദത്തിൻ്റെ അധികാരത്തിൽ അതെല്ലാം ഉണ്ടായി വന്നു. എന്നാൽ മനുഷ്യരെ ദൈവം എങ്ങനെയാണ് ആഗ്രഹിച്ചത്? അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും. വെറുതെ അവനും ജീവിക്കാനല്ല, വാഴുവാൻ. ഇവിടെ നാം വായിക്കുന്നവൻ സകലത്തിന്മേലും, man may rule the whole earth, സകലത്തിന്മേലും വാഴുവാൻ. അതിനാണ് ദൈവം മനുഷ്യനെ തൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 2:7 വായിച്ചാട്ട് നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങൾ ഞാൻ വിവരിക്കാതെ പെട്ടെന്ന് തൊട്ടങ്ങ് പോവുകയാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം ദൈവദാസന്മാരും ദൈവമക്കളാകും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാമല്ലോ. നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വാക്യം വായിച്ചു പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന ഭാഗങ്ങളാണ്. 2:7 വായിച്ചാൽ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മോദി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. യഹോവയായ ദൈവം മനുഷ്യനെ പൊടികൊണ്ട് സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനിലൂതി.
മറ്റുള്ളവരുടെ എല്ലാം പ്രാണൻ വന്നത് കൽപ്പിച്ചപ്പോഴാണ്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് നോക്കുമ്പോൾ മനുഷ്യന് എത്ര ശ്രേഷ്ഠമേറിയ ഉയർന്ന സ്ഥാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശ്വാസം അവനിലൂതി. അപ്പോൾ ആദ്യം സൃഷ്ടിക്കുന്നത് തന്നെ മണ്ണുകൊണ്ട് അതിൻ്റെ സ്വരൂപം ഉണ്ടാക്കിയെങ്കിലും അവനുള്ള ആത്മാവും പ്രാണനും ദൈവത്തിൽ നിന്നാണ് വന്നത്. ആത്മാവും പ്രാണനും. ഞാൻ കഴിഞ്ഞ ഇടയിൽ കഴിഞ്ഞ വർഷം അമേരിക്കയിലായിരുന്നപ്പോൾ അവിടെ എന്നോട് പലരും പറഞ്ഞു, ഈ ക്ലോണിങ് ചെയ്ത് മനുഷ്യനെ ഉണ്ടാക്കുന്നതിനെതിരായി ശക്തമായി പ്രസംഗിക്കണം. അപ്പോൾ അമേരിക്കയിലാണ്, അവിടെ പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ ആയിരങ്ങൾ കടന്നു വരും. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ യോഗങ്ങൾ പ്രസംഗിച്ചാൽ ഈ ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ടായി, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി മനുഷ്യനെ ഉണ്ടാക്കട്ടെ, ക്ലോണിങ് ചെയ്ത മനുഷ്യനെ ഉണ്ടാക്കട്ടെ, എല്ലാവരും കൂടെ ചേർന്ന്. അവനപ്പോൾ ചിലർ പറഞ്ഞു, ദൈവത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മണ്ഡലത്തിൽ കയറി മനുഷ്യൻ പ്രവർത്തിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യനെ എല്ലാവരെയും പ്രേരിപ്പിക്കുക, എല്ലാവരും കൂടി. ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ മനുഷ്യനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ ഞാൻ എത്ര പണം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ ശ്രമിക്കും. ആ മനുഷ്യനെ വാങ്ങി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് എല്ലായിടത്തും ആ മനുഷ്യനെ കൊണ്ടുപോകും, ആ മനുഷ്യനെ കൊണ്ട് കാണിക്കും. കാരണം മനുഷ്യൻ ഉണ്ടാക്കിയതായ മനുഷ്യൻ ഇതാണ്. ഇപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞന്മാരും പെട്ടെന്ന് പറയുകയാണ്, പലരും നിങ്ങളതിനെ പത്രങ്ങളിൽ വായിക്കുന്നവരും ഈ സയൻസ് ജേർണലൊക്കെ വായിക്കുന്നതൊക്കെ മനസ്സിലാകും, അതിൽ വളരെ അവർ മുൻപോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ എത്ര ശ്രമിച്ചാലും രണ്ട് കാലും രണ്ട് കൈയും നമ്മുടെ രൂപത്തിലുള്ളതായ ഒരു മൃഗത്തെ ഉണ്ടാക്കുവാൻ കഴിയും. എന്നാൽ ആത്മാവുള്ള മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. കാരണം മനുഷ്യനെ ആത്മാവ് നൽകുന്നത് യഹോവയായ ദൈവം മാത്രമാണ്. സെക്കറിയ പ്രവചനം 12:1 വായിച്ചാൽ, സെക്കറിയ പ്രവചനം 12, സെക്കറിയ ചാപ്റ്റർ 12:1. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്യുന്ന ആത്മാവിനെ സൃഷ്ടിക്കുവാനോ ആത്മമണ്ഡലത്തെക്കുറിച്ച് ഈ ലോകത്തിലുള്ളതായ സയന്റിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ ഡോക്ടേഴ്സിനോ ABCD പോലും അറിഞ്ഞുകൂടാ. ഞാൻ വല്ല കഴിവുള്ള വലിയ ഡിഗ്രിയുള്ള വലിയ റിസർച്ച് നടത്തുന്ന സയൻറ്റിസ്റ്റിനെയും അങ്ങനെയുള്ള സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള ആളുകളുമായി അമേരിക്കയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി അവരുമായിട്ടുള്ള കോൺഫറൻസുകളിൽ അവരുമായിട്ട് സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് ഈ കാര്യങ്ങളെ വളരെ ആഴമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചിട്ടുള്ളപ്പോഴെല്ലാം വലിയ ഡോക്ടേഴ്സും മറ്റവരെല്ലാം പറയുന്നത്, സ്പിരിറ്റ് വേൾഡ്, ആത്മലോകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അല്പം പോലും അറിവില്ലെന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, അതുപോലെ ഈ ചിലർ പെട്ടെന്ന് അപസ്മാര രോഗം പെട്ടെന്ന് വന്ന് താഴെ വീഴുന്ന അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരെ എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രമിച്ച് അവരുടെ നേഴ്സ് പാരലൈസ് ചെയ്യിക്കുകയാണ്, ബ്രെയിനിലുള്ള നേഴ്സിനെ പാരലൈസ് ചെയ്യിക്കുക, അതിനെ തളർത്തുക, അതല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം മനുഷ്യനെ എത്ര ശ്രേഷ്ഠമായ നിലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ എത്ര നോക്കിയാലും രണ്ട് കാലും രണ്ട് കൈയും തലയും മൂക്കും വായും ഒക്കെയുള്ള ഒരു മൃഗത്തെ ഉണ്ടാക്കുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. കാരണം മനുഷ്യനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. നമ്മെ ഇങ്ങനെ ഈ ഭൂമിയിലിട്ട് ഇതുപോലെ കുറച്ച് കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കുറച്ച് ആഹാരമൊക്കെ കൊടുത്ത് നമ്മളെ അങ്ങ് നടത്താനായിട്ടല്ല. ദൈവത്തിന്, വലിയവനായ ദൈവത്തിന് പ്രത്യേക പരിപാടി ഉള്ളതുകൊണ്ടാണ് മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത്. അതെപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. ആ പരിപാടി അനുസരിച്ചാണ് ദൈവം മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോഴും ദൈവം എങ്ങനെയാണ് ആ തെറ്റ് ചെയ്ത മനുഷ്യനോട് പെരുമാറുന്നത്? ഉൽപ്പത്തി പുസ്തകം 3:8 വായിച്ചു. ജെനിസിസ് ചാപ്റ്റർ 3:8. When man committed sin, how God deals with man. ഉൽപ്പത്തി 3:8. How God is dealing with man. Even when God has created man with a special purpose. God has created man according to his image and likeness with a special purpose, with a special intention. ആ മനുഷ്യൻ, when that man has fallen, how God is dealing with that man. വായിച്ചാട്ട്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ പാപം ചെയ്തു, ഫലം ഭക്ഷിച്ചു. അതിനുശേഷം അവൻ നഗ്നനായി നനഞ്ഞപ്പോൾ അത്തിയിലെ തുന്നി അവന് വേണ്ടി ഒരു വസ്ത്രമുണ്ടാക്കി. എന്നിട്ട് ദൈവത്തിൻ്റെ വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. മനുഷ്യൻ തെറ്റ് ചെയ്തും ദൈവത്തിന് മനസ്സിലായി. തൻ്റെ ദൂതന്മാരിൽ ആരെങ്കിലും ഒരാളെ അയച്ച് ഈ തെറ്റ് ചെയ്ത മനുഷ്യനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ തെറ്റ് ചെയ്ത മനുഷ്യരെ തീർച്ചയായിട്ടും ദൂതന്മാർ കൊണ്ടുവരുമായിരുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും മനുഷ്യവർഗത്തെ കൂടുതൽ സ്നേഹിക്കുന്നവനായ ദൈവം, നമ്മൾക്ക് കൂടുതൽ ആദരവ് നൽകുന്നവനായ ദൈവം തന്നെ ആ തോട്ടത്തിൽ വരികയാണ്. മനുഷ്യനെ, അവൻ്റെ പാപിയായ മനുഷ്യനെ അവൻ്റെ അടുക്കിലേക്ക് പിടിച്ചുകൊണ്ടുവരുവാൻ പോകുന്നതിന് പകരം അവനെ തേടി ആ തോട്ടത്തിൽ വന്ന് ആദം ഹവ്വയും ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് വന്ന് അവനെ വിളിക്കുകയാണ്. ഇതിൽ നിന്നും നമ്മൾക്ക് പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഒരുപക്ഷെ ലോകം മനുഷ്യൻ്റെ വില അറിഞ്ഞെന്ന് വന്നിരിക്കുകയില്ല. നിങ്ങളൊരു പാവപ്പെട്ടവരായിരിക്കും, ഒരു പക്ഷെങ്കിൽ ഒരു വസ്തുവോ ഒന്നുമില്ലാത്തവരായിരിക്കും. യു മേ ബി എ വെരി പൂർ മാൻ. World may not be giving the importance for the human being. You may be very poor man living on the roadways, having no shelter, no food, no education. But you must remember how much importance the heavenly God gives to man. How he comes in search of that sinner. It was possible for that God to send an angel to bring them before him. ദൂതന്മാരെ വിട്ടിട്ട് അവനെ തൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൂതന്മാരോട് കൽപ്പിക്കാതെ വലിയവനായ ദൈവം മനുഷ്യനായ നമ്മൾക്ക് വില കൽപ്പിച്ചിട്ട് ആ ആദാമിനെ ഹവ്വായെയും തേടി അവരിയ്ക്കുന്ന സ്ഥാനത്ത് വലിയവനായ ദൈവം, സൃഷ്ടാവായ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. അതിൽ കൂടെ നമുക്കൊന്ന് നാം ചിന്തിക്കേണ്ടത്, അവനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് താൻ മനുഷ്യന് കൊടുക്കുന്നതായ അതിൻ്റെ വില, അതിൻ്റെ സ്ഥാനം എന്തെന്ന് വെളിപ്പെടുത്തി. 2, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞിട്ടും അവനെ തേടി ദൈവം വരികയാണ്. 3-ാമതായി നാം വായിക്കും അതിൻ്റെ ഉൽപ്പത്തി 3:21 വായിച്ച ജെനിസിസ് ചാപ്റ്റർ 3:21. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇവിടെ നാം വായിക്കുന്നത് ആദാമും ഹവ്വയും അവരുടെ ബുദ്ധി കൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയെങ്കിലും അവര് നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അവര് ദൈവത്തോട് ഞങ്ങൾക്കൊരു വസ്ത്രം ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ല. അവർ തെറ്റ് ചെയ്തിട്ടും ദൈവത്തിനോടും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവർക്ക് ധൈര്യമില്ലാതിരുന്നിട്ടും വലിയവനായ ദൈവം അവരുടെ നഗ്നത അറിഞ്ഞ് അവർക്കൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. നോക്കുക, മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ. ലുക്ക് അറ്റ് ഹൗ ഗോഡ് is concerned about man. Man has committed sin, he has become naked. Man is not asking God, give us something to cover our nakedness. He has no boldness to ask God. God himself with all love making that coat of skin and clothing him. മനുഷ്യൻ ചോദിച്ചിട്ടല്ല. ഇതിൽ നിന്ന് നാം മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ആ തോട്ടത്തിൽ ആ നന്മകളുടെ ഫലം നട്ടത്? ഉൽപ്പത്തി 2:9 വായിച്ചാട്ട്. ജെനിസിസ് ചാപ്റ്റർ 2:9. പലരും പറയാറുണ്ട്, ഇങ്ങനെ ആ നന്മതിന്മയുടെ വൃക്ഷം നട്ടതുകൊണ്ടല്ലയോ മനുഷ്യൻ തെറ്റിപ്പോയത്? അത് ഏത് ഉദ്ദേശത്തോടു കൂടാണ് ദൈവം അത് നട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജെനിസിസ് 2:9.
കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലവുമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്നും മുളപ്പിച്ചു. അവിടെ നാം വായിക്കുന്നത്, ആ തോട്ടത്തിന്റെ നടുവിൽ ദൈവം നന്മതിന്മകളെ കുറിച്ച് അറിയാവുന്ന ഒരു വൃക്ഷം നട്ടു. ദൈവം അതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുഴുവനും വായിച്ച് സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി വായിക്കുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കുക, എന്തിനാണ് അത് ദൈവം നഷ്ടം? പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നോക്കിയാൽ ഈ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ താല്പര്യം നാം അവനെ പോലെ ആയിത്തീരണം. അവൻ സൃഷ്ടിതാവായ ദൈവമാണ്. സൃഷ്ടിതാവായ ദൈവം നമ്മെ അവൻ സൃഷ്ടിക്കുകയാണ്. അവനെ പോലെ സൃഷ്ടിക്കുകയാണെങ്കിൽ അവൻ സൃഷ്ടിതാവ്, നമ്മൾ നമ്പർ 2 ആകത്തുള്ളൂ. സൃഷ്ടിതാവായ ദൈവം, നിങ്ങൾ എൻ്റെ ഈ കരമൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ നില. മനുഷ്യനെ സൃഷ്ടിക്കുകയാണെങ്കിൽ അവന് തുല്യനാകുവാൻ കഴിയുകയില്ല. അവനെ തുല്യമായി സൃഷ്ടിച്ചാൽ സൃഷ്ടിയായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ വലിയവനായ ദൈവം എന്താണ് ചെയ്തത്? മനുഷ്യൻ തെറ്റുകളെ ജയിച്ച് അവൻ തന്നെ അവന് തുല്യനായി തീരുവാനുള്ള വലിയൊരു സൗഭാഗ്യമാണ് ദൈവം കൊടുത്തത്. അങ്ങനെ മനുഷ്യനെ അവനെ പോലെ ആക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രമാണ് നന്മതിന്മകളുടെ വൃക്ഷം അവിടെ നട്ടത്. കാരണം അതിനെ ജയിച്ച് അവൻ ദൈവത്തിന് തുല്യനായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിപാടികളും ഓർക്കുമ്പോൾ, ദൈവമേ നീ എത്ര വലിയവൻ, എന്നിരുന്നിട്ടും മനുഷ്യരാകുന്ന ഞങ്ങളെ നിന്നെ പോലെ ആക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ. അപ്പോൾ നന്മതിന്മകളുടെ വൃക്ഷം നഷ്ടത്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ പാപം ചെയ്യും, എന്നാൽ അത് കഴിഞ്ഞ് അവൻ എങ്ങനെ തന്നെ പോലെ ആയിത്തീരും എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് നന്മതിന്മകളുടെ വൃക്ഷം നട്ടത് നമ്മളെ നശിപ്പിക്കുവാനല്ല. നമ്മുടെ ജീവിതത്തിലും അനേക പരീക്ഷകൾ, പ്രയാസങ്ങൾ വരുന്നത് നമ്മളെ തകർക്കുവാനല്ല. ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനം ഇരിക്കും. നമ്മളെ ജയിക്കുവാനൊരവസരം തരികയാണ്. അതാണ് ദൈവത്തിൻ്റെ മഹാസ്നേഹം. അപ്പം ദൈവം എന്ത് ചെയ്തു? ഇപ്രകാരം ഒരു വൃക്ഷം നട്ടിട്ട് മനുഷ്യൻ ദൈവത്തെ പോലെ ആയിത്തീരത്തക്കവണ്ണം ഒരവസരം കൊടുക്കുകയാണ്. അങ്ങനെ ദൈവം തൻ്റെ പ്ലാൻ, പദ്ധതി വെളിപ്പാക്കി. എബ്രായ ലേഖനം 1:1-2 വായിച്ചാൽ, Hebrew chapter 1 verse 1 and 2. Hebrew chapter 1 verse 1 and 2. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ മതി. മുൻകാലങ്ങളിൽ ദൈവം കുറേശ്ശെയായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. The olden days God revealed himself little by little. കുറേശ്ശെയായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മുഴുവനായി കൊണ്ടുവന്നു. ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്